അനശ്വര പെർഫോമൻസ് ഒക്കെ കലക്കിയിട്ടുണ്ട്. അർജുൻ ശങ്കറിന് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചിരിക്ക് വേണ്ടിട്ട്. ഫൈറ്റ് അടിപൊളിയായെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഫൈറ്റ് ചെയ്യുമ്പോൾ? 2025 തൂക്കാനുള്ള പരിപാടിയാണോ? അനശ്വര രണ്ട് വാക്ക് പറയൂ. എല്ലാവരും നല്ല റെസ്പോൺസ് എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇത് ഫൈറ്റ് അനശ്വരയുടെ പെർഫോമൻസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പടത്തില്. കൊറേ കാര്യങ്ങളുണ്ട്. എന്താണ് പറയുന്നത്? കഴിഞ്ഞുള്ളൂ. അപ്പം നല്ലൊരു റെസ്പോൺസിന് വേണ്ടിയിട്ട് എല്ലാം വെയിറ്റ് ചെയ്തു. നല്ല റെസ്പോൺസ് ആണ് ഇപ്പോൾ. അടുത്ത ഷോ വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു. രേഖാചിത്രത്തിന് അതേപോലെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇന്നലെ മമ്മൂക്കയെ പോയി കണ്ടല്ലോ നേരിട്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനെൻ്റെ ഫാമിലി നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി പടം. അടിപൊളിയാണ്. ഞാൻ ശരിക്കും ബാലുവിൻ്റെ കൊച്ചിൻ്റെ വേഷം എങ്ങനെയുണ്ട്? ബാലു ആദ്യമായിട്ടാണ് വേഷം ചെയ്യുന്നത്. എനിക്ക് ബാലുവിനല്ല, ബാലുവിനല്ല, ഞാൻ ആക്ച്വലി ഫാദർ തോമസിനെ തന്നെ അവിടെ കണ്ടു. ശരിക്കും നമുക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും എന്തായാലും തിയേറ്ററിൽ വന്ന് എല്ലാവരും കാണും. അച്ഛനും അതേ അനു അതേ നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. ഫൈറ്റും മനസ്സിലാക്കി ആക്ടിങ് നല്ലൊരു ആക്ട്രസ്സാണ്. ഇന്ന് പറയാവുന്നത് ബാലുവർഗി ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി എൻ്റർടൈനറാണ്, കോമഡി ടെല്ലറാണ്. നല്ല രേഖാചിത്രം നമ്മുടെ നേടിയില്ല. അങ്ങനെ എല്ലാം കൂടെ നന്നായി വരും. പുണ്യാളം കണ്ടിറങ്ങി ഇതുപോലത്തെ ഒരു പടം ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കാരണം പുണ്യാള സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു പുണ്യാളം ബാലപരീസിക്ക് എന്താ പെർഫോമൻസ്, രജിസ്ട്രേഷൻ ചെയ്യേണ്ട മോൻ അനശ്വര രാജൻ എല്ലാം ഗംഭീരമായിട്ട് വെറൈറ്റി ഉണ്ട്. നിഷയൊക്കെ ഇരുന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അനശ്വരയുടെ ഗംഭീരം അടിപൊളിയാണോ? പെൻസിലാണോ റിവ്യൂലെ? പിന്നെ ഇദ്ദേഹം ജിബിത്ത് കോസ്റ്റ്യൂം കണ്ടില്ലേ? പടത്തിന് വേണ്ടി ശരിക്കും ആ റിസ്ക് എടുത്ത് വന്നിരിക്കുക. എല്ലാ സിനിമകൾക്കും വേണ്ടി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്ന ഒരാളാണ്. എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? ഗംഭീരമല്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രേക്ഷകരെ അംഗീകരിക്കുന്ന ഒരു പടം തന്നെ പടല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ കോമഡി ഉണ്ട്. കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു, ഒരുപാട് ചിരിക്കാനുണ്ട്. കാരണം അതുപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സംവിധാനം മറ്റുള്ള ഇൻഡസ്ട്രി ഉണ്ട്. മറ്റുള്ള എല്ലാവർക്കും അഭിനന്ദനം പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ആ ഒരു മേന്മ, അതുപോലെ പാട്ടുകളാണെങ്കിലും എല്ലാം ആ ഇടുക്കി ലൊക്കേഷനാണെന്ന് അറിയില്ല, നല്ല ലൊക്കേഷൻസാണ് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ബാലുവർഗീസ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് സിനിമകൾ ഇതുപോലെ വ്യത്യാസം. പുള്ളി നെഗറ്റീവ് വേഷം, കോമഡി വേഷം, ക്യാരക്ടർ എല്ലാം ചെയ്യുന്നു. അവിടെ അരിശ്രേഷൻ ചേട്ടൻ പോലെ അടുത്തൊരു ലാലേട്ടൻ തന്നെ. കാരണം പുള്ളി പക്ക ആക്ടറാണ്, അടിപൊളി ആക്ടർ, ചെയ്യുന്നതെല്ലാം പറ്റും. അതെ. അപ്പോൾ എന്തായാലും സിനിമ വൻ വിജയമായി തീരട്ടെ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടവർ നല്ല അഭിപ്രായമാണ്. വിജയാശംസകൾ നേരുന്നു അല്ലേ? കാണേണ്ട പടം തന്നെ. അനശ്വരയുടെ ഫൈറ്റ് വേറെ ലെവലാണ്. ഞെട്ടിപ്പോയി. അത് നമ്മൾ പ്രതീക്ഷയില്ല. കാരണം ഫൈറ്റ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിഷ തന്നെ ഞെട്ടിപ്പോയി. അടിപൊളിയായിട്ടും ചെയ്തു. ഇനിയും സിനിമകൾ ഉണ്ടാവട്ടെ, അനുസരിക്ക് ഉണ്ടാവട്ടെ. ഇപ്പോൾ രേഖാചിത്രമാണെങ്കിലും ഗംഭീരമല്ല അല്ലേ? രേഖാചിത്രം ഗംഭീരം. ആ പാട്ടുകളൊക്കെ നല്ല പാട്ടൊക്കെ നല്ല സിനിമയാണ്. നല്ല സിനിമ കാണേണ്ട ഒരു പടം തന്നെയാണ്. അടിപൊളി പടം. ഓക്കെ, അപ്പോൾ എല്ലാവരും വന്ന് കാണുക. പുണ്യാളത്താണ് ഫാമിലി എല്ലാവരും. ഓക്കെ, താങ്ക് യു.